ഹായ് നമസ്കാരം. കേരളത്തിലെ എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോഴ്സുകളിലേക്ക് കേരള എൻട്രൻസ് കമ്മീഷണറുടെ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. പ്രധാനപ്പെട്ട 4 വിഭാഗം അപേക്ഷകളാണ് ഈ സമയത്ത് നമുക്ക് സമർപ്പിക്കാനുള്ളത്. ഈ 4 വിഭാഗത്തിലേക്കുള്ള അപേക്ഷയും പ്രവേശനവുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു വീഡിയോ ആണ് ഇത്. 4 എണ്ണത്തിൽ പ്രധാനപ്പെട്ടത് മെഡിക്കൽ അലൈഡ് കോഴ്സുകളാണ്. അതിൽ MBBS, BDS, ആയുർവേദ, ഹോമിയോ, യൂനാനി, സിദ്ധ, വെറ്ററിനറി കോഴ്സുകളും BSc അഗ്രികൾച്ചർ, BSc ഫിഷറീസ്, BSc ഫോറസ്ട്രി കോഴ്സുകളും ഈ ഗണത്തിൽ വരുന്നു. അതുപോലെ തന്നെ ഈ ഗണത്തിൽ വരുത്താൻ പറ്റുന്ന BSc ഹോണേഴ്സ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, BSc ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റ് സയൻസ് കോഴ്സുകളും ഇതിൽ വരുന്നു. ആ കാറ്റഗറിയിൽ തന്നെയാണ് BTech ബയോടെക്നോളജി കോഴ്സും അടങ്ങിയിട്ടുള്ളത്. ഇത്തരം കോഴ്സുകളുടെ പ്രവേശനത്തിന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന നീറ്റ് പരീക്ഷയാണ് എഴുതേണ്ടത്. എന്നാൽ ഇത്തരം കോഴ്സുകളുടെ കേരളത്തിലെ മെറിറ്റ് മാനേജ്മെന്റ് NRI സീറ്റുകൾ ആഗ്രഹിക്കുന്ന ആളുകൾ കീമിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. ഇതിൽ രണ്ടാമതായി വരുന്നത് BPharm ആണ്. കേരളത്തിലെ ഗവൺമെന്റ് പ്രൈവറ്റ് കോളേജുകളിൽ BPharm കോഴ്സിന് പ്രവേശനം ആഗ്രഹിക്കുന്ന ആളുകൾ കേരള എൻട്രൻസ് കമ്മീഷണർ നടത്തുന്ന കേരള ഫാർമസി പ്രവേശന പരീക്ഷ നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി സബ്ജക്റ്റുകളാണ് ഈ പ്രവേശന പരീക്ഷയിൽ ഉണ്ടായിരിക്കുക. മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത് എഞ്ചിനീയറിംഗ് കോഴ്സുകളാണ്. കേരളത്തിലെ ഗവൺമെന്റ് എയ്ഡഡ് ഓട്ടോണമസ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് എഞ്ചിനീയറിംഗ് കോളേജിലെ എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ പ്രവേശനം ആഗ്രഹിക്കുന്ന ആളുകൾ കേരള പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റുകൾ അടങ്ങുന്നതാണ് കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ. ആ കാറ്റഗറിയിൽ അവസാനമായി വരുന്നത് BArch കോഴ്സാണ്. BArch കോഴ്സിന്റെ പ്രവേശനം ആഗ്രഹിക്കുന്ന ആളുകൾ ദേശീയ തലത്തിലുള്ള നാറ്റ പരീക്ഷ എഴുതുകയും കേരള എൻട്രൻസ് കമ്മീഷണറിലേക്ക് അപേക്ഷിക്കുകയും ചെയ്യണമെന്നാണ് വ്യവസ്ഥ. പൊതുവെ ചില ആളുകൾ തെറ്റിദ്ധരിച്ച് നീറ്റ് പരീക്ഷ എഴുതുകയും കേരളത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യാതിരിക്കുന്നത് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ പ്രവേശനം ആഗ്രഹിക്കുന്ന ആളുകൾ നീറ്റ് പരീക്ഷയും BArch കോഴ്സിന്റെ പ്രവേശനം ആഗ്രഹിക്കുന്ന ആളുകൾ നാറ്റ പരീക്ഷയും എഴുതിയിട്ടുണ്ടെങ്കിലും കേരളത്തിലെ പ്രവേശനത്തിന് കീമിലേക്ക് അപേക്ഷ നിർബന്ധമായും സമർപ്പിച്ചിരിക്കണം. ഈ അപേക്ഷയുടെ അവസാന തീയതി മാർച്ച് 10-ാം തീയതിയാണ്. BPharm എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ പ്രവേശനം ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള കേരളത്തിലെ പ്രവേശന പരീക്ഷ ഏപ്രിൽ 22 മുതൽ ഏപ്രിൽ 30 വരെയാണ് നടക്കാൻ പോകുന്നത്. മിനിമം പ്രായം 17 വയസ്സാണെങ്കിലും ഉയർന്ന പ്രായപരിധി ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടില്ല. എഞ്ചിനീയറിംഗ് BPharm കോഴ്സുകളുടെ പ്രവേശനം ആഗ്രഹിക്കുന്ന OBC ജനറൽ വിഭാഗം വിദ്യാർത്ഥികൾക്ക് 875 രൂപയാണ് ഫീസ്. SC വിഭാഗം വിദ്യാർത്ഥികൾക്ക് 375 രൂപയും. എഞ്ചിനീയറിംഗിനും BPharmനും അപേക്ഷ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ജനറൽ OBC വിദ്യാർത്ഥികൾക്ക് 1125 രൂപയാണ് ഫീസ്. SC വിഭാഗം വിദ്യാർത്ഥികൾക്ക് 500 രൂപയാണ് ഫീസ്. BArch കോഴ്സിനോ അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് കോഴ്സിനോ പ്രവേശനം ആഗ്രഹിക്കുന്ന ജനറൽ OBC വിദ്യാർത്ഥികൾക്ക് 625 രൂപയാണ് ഫീസ്. SC വിഭാഗം വിദ്യാർത്ഥികൾക്ക് 250 രൂപയും. എഞ്ചിനീയറിംഗ് BPharm ഇതിലേതെങ്കിലും ഒന്നിനോ, ആർക്കിടെക്ചറിനോ മെഡിക്കൽ അലൈഡ് കോഴ്സിലോ ഇതിലേതെങ്കിലും ഒന്നിനോ അപേക്ഷിക്കുന്ന ജനറൽ OBC വിദ്യാർത്ഥികൾക്ക് 1125 രൂപയും SC വിഭാഗം വിദ്യാർത്ഥികൾക്ക് 500 രൂപയുമാണ് ഫീസ്. എഞ്ചിനീയറിംഗും BPharmഉം ചേർത്തും ആർക്കിടെക്ചർ മെഡിക്കൽ അലൈഡ് കോഴ്സുകളിൽ ഇതിലേതെങ്കിലും ഒന്നിനോ അപേക്ഷിക്കുന്ന ജനറൽ OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് 1300 രൂപയാണ് അപേക്ഷാ ഫീസ്. ഇത്തരം കോഴ്സുകൾക്ക് അപേക്ഷിക്കുന്ന SC വിഭാഗം വിദ്യാർത്ഥികൾക്ക് 525 രൂപയാണ് അപേക്ഷാ ഫീസ്. ഇതിലേത് കോഴ്സിന് അപേക്ഷിക്കുകയാണെങ്കിലും ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് അപേക്ഷാ ഫീസ് ഇല്ല. കേരളത്തിൽ MBBS പഠിക്കാൻ സർക്കാർ കോളേജുകളായി 12 കോളേജുകളാണുള്ളത്. പ്രൈവറ്റ് മേഖലയിൽ 20 കോളേജുകളുമുണ്ട്. BDS കോഴ്സിന് 6 ഗവൺമെന്റ് കോളേജുകളും 20ഓളം പ്രൈവറ്റ് കോളേജുകളുമുണ്ട്. ഹോമിയോ പഠിക്കാനാണെങ്കിൽ 2 ഗവൺമെന്റ് കോളേജുകളും 3 എയ്ഡഡ് കോളേജുകളുമാണുള്ളത്. ആയുർവേദം പഠിക്കാൻ 3 ഗവൺമെന്റ് കോളേജുകളും 2 എയ്ഡഡ് കോളേജുകളും 12ഓളം പ്രൈവറ്റ് കോളേജുകളുമുണ്ട്. സിദ്ധ മെഡിസിൻ പഠിക്കാൻ ഒരൊറ്റ ഗവൺമെന്റ് കോളേജ് മാത്രമാണുള്ളത്. യൂനാനി പഠിക്കാൻ സർക്കാർ തലത്തിൽ മെഡിക്കൽ കോളേജുകൾ ഇല്ലെങ്കിലും പ്രൈവറ്റ് മേഖലയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. അഗ്രികൾച്ചർ പഠിക്കാൻ 4 ഗവൺമെന്റ് കോളേജുകളാണുള്ളത്. ഫോറസ്റ്റ് പഠിക്കാൻ 1 ഗവൺമെന്റ് കോളേജും ഫിഷറീസ് പഠിക്കാൻ 2 ഗവൺമെന്റ് കോളേജുകളുമുണ്ട്. വെറ്റിനറി കോഴ്സ് പഠിക്കാനും 2 സർക്കാർ കോളേജുകളുണ്ട്. എഞ്ചിനീയറിംഗ് പഠിക്കാൻ 9 സർക്കാർ കോളേജുകളും 2 എയ്ഡഡ് കോളേജുകളും 1 ഓട്ടോണമസ് എയ്ഡഡ് കോളേജുമാണുള്ളത്. IHRDക്ക് കീഴിലും കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലും കോപ്പറേറ്റീവ് സെക്ടറിലുമായി 31ഓളം എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. അതേപോലെ തന്നെ സ്വാശ്രയ മേഖലയിൽ 113 എഞ്ചിനീയറിംഗ് കോളേജുകളാണുള്ളത്. അതോടൊപ്പം സ്വകാര്യ മേഖലയിൽ തന്നെ 10 ഓട്ടോണമസ് എഞ്ചിനീയറിംഗ് കോളേജുകളുമുണ്ട്.
അതുപോലെ ബിഫാം കോഴ്സ് പഠിക്കാൻ 5 സർക്കാർ കോളേജുകളും 63ഓളം സ്വകാര്യ സ്വാശ്രയ കോളേജുകളുമുണ്ട്. കേരളത്തിൽ 53ഓളം എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ പഠിക്കാൻ അവസരമുണ്ട്. കീമിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ പ്രവേശിച്ച് പ്രോസ്പെക്ടസ് വിശദമായി പരിശോധിച്ച് മാത്രം അപേക്ഷ സമർപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. താങ്ക്